പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന്. അതായത് കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് വെച്ച് ഛത്തീസ്ഗഡിലെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായ 31 വയസ്സുകാരനായ രാംനാരായൺ എന്ന് പറയുന്ന ഒരു പാവത്തിനെ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന വർഗീയ തീവ്രവാദികൾ ബംഗ്ലാദേശിയാണ് എന്ന പേരിൽ തല്ലിക്കൊന്നല്ലോ. അത് മൊത്തം ചർച്ചയായി. ഇന്ത്യ രാജ്യം ഒന്നടങ്കം ചർച്ചയായി. ഇപ്പോ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞു. ബോഡി ഞങ്ങൾ ഏറ്റുവാങ്ങില്ല എന്നാണ് ഈ കൊല്ലപ്പെട്ട, ഈ മരണപ്പെട്ടു പോയ രാംനാരായണന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പാലക്കാട് എവിടെയാണ് ഈ സ്ഥലത്ത് വന്നിട്ട് പറയണത്. ബോഡി ഏറ്റുവാങ്ങില്ലത്രേ, കുറഞ്ഞത് ഞങ്ങൾക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് വേണം എന്നാണ് അവർ പറയണത്. ഒരു മനുഷ്യന്റെ വില 25 ലക്ഷം രൂപയേ ഉള്ളൂ. ഒരു മനുഷ്യനെ വിലമതിക്കാൻ പറ്റില്ല. അത്രത്തോളം വിലമതിക്കാത്ത ഒരു ഭയങ്കരമായ സംഭവമാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവൻ, ആ ജീവനെയാണ് നഷ്ടപ്പെടുത്തിയത്. 25 ലക്ഷം രൂപയോട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആ ഒരു മനുഷ്യന്റെ പേരിൽ ആ വീട്ടുകാർക്ക് എത്ര കോടി കൊടുത്താലും തീരില്ല, ആ സങ്കടം തീരില്ല. അത്രത്തോളം ഉണ്ട് എന്നിരിക്കെ കുറഞ്ഞത് ആ മരണപ്പെട്ടു പോയ രാംനാരായണന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക്, വീട്ടുകാർക്ക് കുറഞ്ഞത് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. തീർച്ചയായിട്ടും കൊടുക്കണം. ആ 1 കോടി രൂപ കേരളത്തിന്റെ പൊതുസമൂഹം കെട്ടുന്ന, നികുതി കെട്ടുന്ന പൈസയിൽ നിന്നും ഒരിക്കലും കൊടുക്കരുത്. പറയാനുള്ള കാരണമുണ്ട്. ഈ കൊല ചെയ്ത തീവ്രവാദികളുണ്ടല്ലോ, ഈ കൊല ചെയ്ത തീവ്രവാദികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണം, ജപ്തി ചെയ്യണം. ജപ്തി ചെയ്തിട്ട് ലേലം ചെയ്യണം, വിൽക്കണം. വിറ്റിട്ട് അതിലെ മാന്യമായ തുക, അതിൽ എത്ര കിട്ടുന്നോ ആ പൈസ കൊടുക്കണം. എന്നിട്ട് പോരെങ്കിൽ പൊതുജനങ്ങളുടെ പൈസ നികുതി പണത്തിൽ നിന്നും കൊടുത്ത് മാതൃകയാവുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ ഇനി ഒരു കാലത്തും ഇതുപോലുള്ള ആൾക്കൂട്ട ആക്രമണം, കൊലപാതകം, ബംഗ്ലാദേശി എന്ന് പറഞ്ഞിട്ടുള്ള ആക്രമണം, ഇനി ഇറച്ചിന്റെ പേരിൽ, ഇനി മറ്റുള്ളതിന്റെ പേരിൽ എന്തൊക്കെ ആക്രമണങ്ങൾ ഈ തീവ്രവാദികൾ കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഒരിക്കലും അറിയില്ലല്ലോ. അപ്പൊ ഇതൊരു മാതൃകയാക്കിക്കൊണ്ട് ഈ പന്ന കൊലയാളികളുടെ സ്വത്തുവകകൾ ജപ്തി ചെയ്ത് വിറ്റിട്ട് അതിൽ നിന്നും കുറഞ്ഞത് 1 കോടി രൂപയെങ്കിലും ഈ പറയുന്ന ഈ രാംനാരായൺ എന്ന് പറയുന്ന കൊല്ലപ്പെട്ടു പോയവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാർ 1 കോടി രൂപയെങ്കിലും കൊടുത്ത് കേരളത്തിനും രാജ്യത്തിനും മാതൃകയാവണം.